ഹായ്. നമ്മുടെ രാമൂരംപള്ളി മൈതാനത്ത് മൂന്നാമത് രാമൂര ഫെസ്റ്റ് നടക്കുവാണല്ലോ. ഫെസ്റ്റ് കാണാൻ ഞാനും പോയിരുന്നു. ഒരുപാട് ഐറ്റംസൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ വിചാരിച്ചത്ര സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സൈഡിൽ കുറേ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കൂടെ പ്ലാവ്, മാവ് അങ്ങനെയുള്ള കുറേ ഐറ്റംസും. ചെടികളിൽ ബൊഗെയിൻവില്ലാസ്, റോസസ്, ജെറുബറാസ് അങ്ങനെ പൂവുള്ളതും പൂവില്ലാത്തതുമായ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. കുറച്ച് ചെടിയൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഓരോന്നിൻ്റെ വില കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയി. അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. എല്ലാം കണ്ട് ആസ്വദിച്ച് കുറച്ച് വീഡിയോയും ഫോട്ടോസും എടുത്തേക്ക് പോന്നു. ഈ ചെടികളൊക്കെ ചെറിയ കവറുകളിലായിരുന്നു. അതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകാനൊക്കെ എളുപ്പമായിരുന്നു. നല്ല പൂക്കളും ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നമ്മൾ കൊണ്ട് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പം പിന്നെ അത് പിടിക്കുമോ നശിച്ചു പോകുമോ എന്നറിയില്ലല്ലോ. ഇങ്ങനെ നട്ടവരുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണേ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ചെടികളും പൂക്കളും ഒക്കെ എനിക്കിഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് കണ്ടതാണ് കേട്ടോ ഈ കൃഷിയെ. ഇതാണ് ശരിക്കും ഈ ഫെസ്റ്റിൻ്റെ സെൻട്രൽ ഓഫ് അട്രാക്ഷൻ എന്ന് പറയാൻ പറ്റുന്നത്. ഇത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോത്താന്ന് പറയുന്നു. ഏതായാലും ആൾ കൊള്ളാം കേട്ടോ. ഞാൻ ഇച്ചിരി ദൂരെ നിന്നാണ് വീഡിയോ ഒക്കെ എടുത്തത്. കാതും മൂക്കും ഒക്കെ കുത്തിയിട്ടുണ്ട് കക്ഷിയുടെ. അടുത്ത് ചെല്ലാൻ ഒരു ധൈര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി അകലെ നിന്നാണ് വീഡിയോ എടുത്തത്. പിന്നെ കണ്ടതാണ് ഇയാളെ. ഏതോ മരുഭൂമിയിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. പാവം പിടിച്ചൊരു ഒട്ടകം. പിന്നെ ഒരു കുതിരയാണോ കഴുതിയാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു കക്ഷിയും അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സൈഡിൽ കുറേ കൗണ്ടറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പല കൗണ്ടറുകളും എംപ്റ്റി ആയിരുന്നു. പിന്നെ കണ്ടതാണ് കേട്ടോ ഈ സംഭവം. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പഴയ കാലത്തെ നാരങ്ങ മിഠായി, ഗ്യാസ് മിഠായി, ഇഞ്ചി മിഠായി, പുളിമിഠായി അങ്ങനെയുള്ള കുറേ ഐറ്റംസ്, വെറൈറ്റി അതിൽ കുറേ ഐറ്റംസ് ഞാനും വാങ്ങി. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് കുറച്ച് നേരം നിന്ന് ഞാൻ കുറേ വീഡിയോയും എടുത്തു. ഇതൊക്കെ വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന സംഭവങ്ങളല്ലേ, ശരിക്കും കണ്ടേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കടലമിഠായി, അതിൻ്റെ പല വെറൈറ്റീസ്, തേൻ മിഠായി, പിന്നെ കുറച്ച് ജെല്ലി ഐറ്റംസ്, അങ്ങനെ കുറേ ഐറ്റംസ്. പിന്നെ കണ്ടതാണ് ഈ മോപ്പ്. ഇത് കണ്ടിട്ട് യൂസ്ഫുള്ളാന്ന് തോന്നി. ആ ചേട്ടൻ നിന്ന് കുറേ ഡെമോയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം നിന്ന് അതിൻ്റെ ഡെമോ ഒക്കെ കണ്ടിട്ട് നല്ലതാണെന്നാണ് തോന്നുന്നത്. ഏതായാലും വാങ്ങിയൊന്നുമില്ല. കുറച്ച് നേരം നിന്ന് കണ്ടിട്ട് പോന്നു. പിന്നെ വേറെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. കത്തികൾ അങ്ങനെയുള്ള കുറേ ഐറ്റം. പിന്നെ കുറച്ച് ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എന്തോ മോട്ടറുകളോ സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ കുറേ അക്വേറിയം സെറ്റപ്പുകൾ, അതിനകത്ത് കുറച്ച് 3-4 ടൈപ്പ് ഗപ്പികൾ, അങ്ങനെയുള്ള വെറൈറ്റി. അതും ഓക്കെ. പിന്നെ കുറച്ച് ചക്ക, ചേന, കുറച്ച് അടയ്ക്ക, ഇതൊക്കെ വെറുതെ കാണാൻ വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ആരും മേടിക്കുന്നതൊന്നും കണ്ടില്ല. പിന്നെ കുറച്ച് വിത്തുകളുടെയൊക്കെ സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ആൾക്കാർ നിന്ന് കുറച്ച് വിത്തൊക്കെ വാങ്ങുന്നത് കണ്ടു. പിന്നെ വൈകുന്നേരം ഇവിടെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അതിനുള്ള സ്റ്റേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു സൈഡിൽ. അങ്ങനെ ഈ പരിപാടി ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ വെറൈറ്റി ഒന്നുള്ളതായി എനിക്ക് തോന്നിയില്ല. പിന്നെ രാമപുരത്ത് വന്നപ്പം ഒന്ന് പോയി കണ്ടു. അങ്ങനെ ഒരു രസമല്ലേ. അങ്ങനെ തിരിച്ചു പോരാൻ ഇറങ്ങിയപ്പോൾ കണ്ടതാകട്ടോ ഈ 2 പേരെ. അവരെയായിട്ട് എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? അങ്ങനെ അവരുടെ കൂടി വീഡിയോ എടുത്തു. ഇനി ഇപ്രാവശ്യത്തെ രാമപുര ഫെസ്റ്റ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ. എൻ്റെ ഈ വീഡിയോ കണ്ടാൽ മതി. ഞാൻ കണ്ടതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ, സീ യു.